ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി. വികസനത്തിൽ രാഷ്ട്രീയമില്ല. വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം യോജിച്ചു നിൽക്കാൻ ഒരു നാട്ടിലെ ജനത തയ്യാറായില്ലെങ്കിൽ ആ നാട് വികസിക്കില്ലെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിൽ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം ഇനിയിപ്പോൾ രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ കയറി വന്നാൽ ഒക്ടോബർ മാസം പകുതിയോട് കൂടി നവംബർ മാസം ആദ്യം നിയമസഭ ജില്ലാ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് അന്നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം. കുറ്റം പറയാൻ അത് കഴിഞ്ഞാൽ പുതിയ ഭരണസമിതി വന്നാൽ വികസനം ഒരു പഞ്ചായത്തിൽ നടക്കണമെങ്കിൽ അവിടെ രാഷ്ട്രീയമായ പാരവയ്ക്കുണ്ടാവാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് വിമർശിക്കാം, വിയോജിപ്പുകൾ രേഖപ്പെടുത്താം. അതിനപ്പുറത്ത് വികസനത്തിന്റെ കാര്യത്തിൽ യോജിച്ചു നിൽക്കാൻ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു നാട്ടിലെ ജനങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ആ നാട്ടിൽ വികസനം കാണില്ല. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരും നല്ല രീതിയിൽ യോജിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എല്ലാം നിങ്ങൾക്ക് മംഗളപത്രം പാടി അവർക്ക് മത്സരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സ്വാഭാവികമായും വിയോജിപ്പുകൾ തീരപ്പെട്ടിട്ടുണ്ടാകാം. മറിച്ച് ഒരു പുതിയ ഭരണസമിതി അധികാരം എടുത്താൽ പ്രത്യേകിച്ച് ലോക്കൽ ബോഡികൾക്ക് വിമർശനം വിയോജിപ്പുകൾ ഉണ്ടാവാറുണ്ട്. സംസ്ഥാന വ്യാപകമായി സർക്കാർ നടത്തുന്ന വികസന സദസ്സിന്റെ ഭാഗമായാണ് വിളയൂർ പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചത്. വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനാവതരണ പരിപാടിയായ വിളയോളം സ്വരാജ് മഹോത്സവവും ഇതിന്റെ ഭാഗമായി നടന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കലാകായിക ഉത്സവമായാണ് വിളയോളം സ്വരാജ് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. വികസന സദസ്സിന്റെയും വിളയോളം സ്വരാജ് മഹോത്സവത്തിന്റെയും ഔപചാരിക ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ അധ്യക്ഷത വഹിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി BS ശ്രീരേഖ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, സംസ്ഥാന പിന്നോക്ക ക്ഷേമ കമ്മീഷൻ അംഗം സുബൈദ ഇസ്ഹാഖ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KS സരിത, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ AK ഉണ്ണികൃഷ്ണൻ, രാജി മണികണ്ഠൻ, LSJD പാലക്കാട് ജോയിന്റ് ഡയറക്ടർ T ഗോപിനാഥൻ, പ്രൊജക്ട് ഡയറക്ടർ TS ശുഭ, അസിസ്റ്റന്റ് ഡയറക്ടർ P രാംദാസ്, ലൈഫ് മിഷൻ കോർഡിനേറ്റർ അനീഷ് J ആലിക്കാപ്പള്ളി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു.